ആരാടാ നീ? കള്ളനാണ് ഞാൻ. സർക്കസിലുണ്ടാവും കുള്ളൻ, നീയാണോ കള്ളൻ? അടികൈ മണ്ട, കൈയടിച്ച ശബ്ദം കേട്ട് വീട്ടുകാരെല്ലാം എഴുന്നേൽക്കും. ശബ്ദമുണ്ടാക്കാൻ മോട്ടിക്കാൻ നോക്ക്, നമുക്ക് പപ്പാതിയായിട്ട് പിരിച്ചെടുക്കാനേ. എടാ മണ്ട, ഇത് എന്റെ വീടാണ്. അങ്ങനെയാണെങ്കിൽ നിന്റെ വീട്ടിൽ നീ എന്തിനാ മോഷ്ടിക്കുന്നത്? ചെളി ഉണങ്ങിയപ്പോൾ റോഡെല്ലാം മണ്ണാണ്. ഞാൻ മോഷ്ടിക്കല ചെയ്യുന്നത്, മോഷ്ടാവിനെ പിടിക്കുകയാണ്. അടികൈ. അവിടെ നിൽക്കാൻ. ചീസ് മോഷ്ടിക്കില്ല നിന്റെ പണിയല്ലേ? നീ കാരണം ഞാൻ സാൻഡ്വിച്ച് പോലും കഴിച്ചില്ല, അറിയാമോ? ഞാൻ ചീസ് ഒന്നും മോഷ്ടിക്കില്ലടോ. എനിക്ക് മിൽക്ക് പ്രോഡക്റ്റ് ഭയങ്കര അലർജിയാ. ഞാൻ പാലും തൈരും പോലും കഴിക്കില്ല. ബസ് സ്റ്റോപ്പിലുണ്ടാവും ചുള്ളൻ, നീയല്ലേ അപ്പൊ കള്ളൻ? അടികൈ. അടിച്ചു കൈ. ചീസ് കള്ളൻ നീ ആയിരിക്കുമെന്നാണ് ഞാൻ കരുതിയത്. ഇന്നാ എന്റെ പാന്റ് ഇട്ടോണ്ട് പൊയ്ക്കോ. കൊണ്ടുവന്നിരിക്കുന്നെന്ന് കണ്ടോ? കള്ളൻ, വൃത്തികെട്ടവനെ. ഏത് വീട്ടിൽ നീ താമസിക്കുന്നോ അവിടെ തന്നെ മോഷ്ടിക്കുന്നോ? എടാ, ഞാൻ മോഷ്ടിച്ച് കഴിക്കാറില്ല. കള്ളം പറയുന്ന വാക്ക് കേട്ടില്ലേ? നീ എന്നെ കള്ളൻ എന്ന് വിളിച്ചല്ലേ? ഞാൻ എന്താണ് മോഷ്ടിച്ചത്? എന്റെ ഫ്രണ്ട് നീ കാരണം പോയി. നീയല്ലേ ഫ്രിഡ്ജിൽ നിന്ന് ചീസ് മോഷ്ടിച്ചത്? അവളോട് നീ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. നീയല്ലേ പറഞ്ഞത് നിനക്ക് വേണ്ടി ഞാൻ എന്തോ കൊണ്ടുവന്നിരിക്കുന്നതെന്ന്? എടാ കഴുതേ, ഞാൻ ഈ ബ്രേസ്ലെറ്റിന്റെ കാര്യമാ പറഞ്ഞത്. ഇത് ബ്രേസ്ലെറ്റ് ആണ്, ചീസ് അല്ല. ചീസ് എവിടെയാണെന്ന് പറയേ. ഓഹോ, നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിക്കടാ അവിടെ. സാറേ, ഉടൻ തന്നെ കേസ് എടുക്കൂ. ഉടനെ കേസ് എടുക്കൂ. എല്ലാവരുടെയും സുഹൃത്താ, കേസ് കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാശില്ലാത്ത ATM-ൽ ആരാണ് ചെന്നത്? ഞാനും ഇവിടെ കേസ് കൊടുക്കാനാണ് വന്നത്. അടികൈ. എന്റെ കേസും കൂടെ എഴുതിക്കോ. എന്റെ ചീസും പോയി. എല്ലാവരും കേസ് കൊടുക്കാനാണോ വന്നത്? എന്താണ് മോഷണം പോയത്? ഞാൻ എങ്ങനെയാ പോയി ചീസ് കള്ളനെ പിടിക്കുക? ആ കള്ളൻ എന്റെ പിസയിലുണ്ടായിരുന്ന ചീസും കട്ടുകൊണ്ടുപോയി. അങ്ങ് ഇൻസ്പെക്ടറാണ്, അങ്ങ് കള്ളനെ പിടിച്ചേ മതിയാവുള്ളൂ. ഇന്നെന്തായാലും ഒരു തെറ്റും സംഭവിക്കാൻ പാടില്ല. എന്റെ അമ്മച്ചി, എന്റെ കടയിൽ വന്ന് എന്നെ കഴുതെന്ന് പറയുന്നോ? ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. കഴുതയെന്നല്ല, അരിപ്പൊടി. അരിപ്പൊടി എന്ന് പറഞ്ഞതാ. അരിപ്പൊടിയോ? ആ ഉണ്ടല്ലോ, തരാം. വേദനിപ്പിച്ചാൽ വിവരമറിയും. ഈ കഴുതയെ ഞാൻ കല്ലെറിയും. രക്ഷപ്പെട്ടോ? എന്ത് പറ്റി കന്നാ സാർ? ഇവൻ കാരണം എന്നെ ബോസ് വീട്ടിലേക്ക് തിരിച്ചയച്ചു. അവിടുത്തെ കടക്കാരൻ എന്നെ വല്ലാതെ അപമാനിച്ചു. കന്ന സാറേ, അടികൈ എന്ന് പറയാൻ മറന്നുപോയി. എടാ, ഇങ്ങനെ ശബ്ദം പോയിരിക്കുമല്ലേ? ഇനി ആരും കൈയടിക്കാൻ പോകുന്നില്ല. സംശയമുണ്ടോ? ഈ ഹണി 1-ാം നമ്പർ മൈദയാണ്. മൈദയോ? കഴുതയാണെന്ന് പറഞ്ഞതായിരിക്കും. സംശയമുണ്ടോ? ഈ ഹണിയുടെ സേവനം ഇനി എനിക്ക് ആവശ്യമേ ഇല്ല. ഖന്ന സാറേ, അങ്ങ് എന്തിനാ വിഷമിക്കുന്നത്? ഞാൻ തരാം അങ്ങേക്ക് മരുന്ന്. അദ്ദേഹത്തെ വിട്.
പാറ്റയെ കണ്ടാൽ ആരും പേടിക്കും, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. കന്നാ സാറേ, അങ്ങയെ എന്തായാലും ഞങ്ങൾ തനിച്ചാക്കില്ല. അങ്ങയുടെ ശബ്ദം തിരിച്ചു വരുന്നത് വരെ ഹണി അങ്ങയോടൊപ്പം തന്നെ ഉണ്ടാവും. അതെ, സാറ് പറയുന്നതെല്ലാം ഇവനെ കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് ഇവൻ അങ്ങയോടൊപ്പം തന്നെ ഉണ്ടാകണം. കുറച്ചുകൂടെ പ്രാക്ടീസ് കിട്ടിയാൽ എല്ലാം ശരിയാകും. നാളെ നടക്കുന്ന ഗുസ്തി മത്സരത്തിൽ അങ്ങ് കമാൻഡറി പറയണം. ഹണി ഉണ്ടെങ്കിൽ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യും. സംശയമുണ്ടോ? റിങ്ങിൽ നിൽക്കുന്നു ഫയൽവാൻ, പക്ഷേ രണ്ടുപേരും മണ്ടന്മാർ. അടികൈ. സാർ, അങ്ങയുടെ ശബ്ദം ഇപ്പൊ തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഓ, ഹണി ബണി സോർദാർ പോപ്പറ്റ്. ഫ്രിഡ്ജിലുണ്ടായിരുന്ന ചീസ് കാണാതായിരിക്കുന്നു. ഏത് ചീസാ കാണാതെ പോയത്? എന്റെ ഗാർലിക് ചീസാണ് കാണാതായത്. ആരാണ് കഴിച്ചത്? പിന്നെ ആരാണ് കഴിച്ചത്? വെയിലടിച്ചപ്പോൾ കുളത്തിലുള്ള വെള്ളമെല്ലാം ആവിയായി. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചീസ് എവിടെ പോയി? അടികൈ. ഈഷ്, രാത്രി ജോലിയിൽ ഇത് മാത്രമേ ഉപകാരമായിട്ടുള്ളൂ. കാരണം ഡിന്നറിന് പിസ കഴിക്കാം. ഈഷ്, ഡബിൾ ടോപ്പിംഗ് ആണല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. ഇത് ഒരെണ്ണമല്ലേ ഉള്ളൂ, ബാക്കി എവിടെ പോയി? പോലീസിന്റെ പിസയിൽ കള്ളനോ? ഓ, ഇന്ന് വീണ്ടും ചീസ് കാണാതായിരിക്കുകയാണ്. നിങ്ങളുടെ തമാശ കുറച്ച് കൂടുന്നുണ്ട്. മര്യാദക്ക് സത്യം പറഞ്ഞോ, നിങ്ങൾ ആരാണ് ചീസ് കഴിച്ചത്? മാഡം, ചീസ് പോപ്പട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. അടിച്ചു പൊളിച്ചു തിമർത്തു. ഇഷ്ടമുള്ള സാധനങ്ങൾ ഞാൻ ചോദിച്ചു മേടിച്ച് കഴിക്കും, മോഷ്ടിച്ച് കഴിക്കില്ല. സംശയമുണ്ടോ? വീട്ടിനകത്തുള്ള ചീസ് എല്ലാം കാണാതാവുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ എടുത്തില്ലെങ്കിൽ പിന്നെ അത് ആരായിരിക്കും? ഉടനെ പറയൂ, ആരാണത്? നീയാണോ കഴിച്ചത്? അല്ല, നീ ആയിരിക്കും കഴിച്ചത്. അല്ല, ഇവനായിരിക്കും. ഇല്ല, നീയാണോ കഴിച്ചത്? കഴുതേ, ഞാൻ കഴിച്ചുവെങ്കില് പിന്നെ എന്തിനാ നിന്നോട് ചോദിക്കുന്നേ? എങ്കിൽ കള്ളൻ വേറെ ആരോ ആണ്. സംശയമുണ്ടോ? ആരാണെങ്കിലും ശരി, നമുക്കവനെ കണ്ടെത്താം. എടാ, ഇവൻ ആരെങ്കിലും ഒന്ന് ഔട്ട് ചെയ്യേ. ക്രിക്കറ്റ് കളിയായിരുന്നെങ്കിൽ ഞാൻ ഇവനെ ഔട്ടാക്കായിരുന്നു. അതെനിക്ക് വളരെ എളുപ്പമാ. ഇവിടെ ഹണി, നിന്നെ കൊണ്ട് എന്നെ ഔട്ട് ചെയ്യാൻ കഴിയില്ല. എടാ, കോല അയാളുടെ വായിക്കകത്ത് പോയടാ. നീ എന്തിനാ വെറുതെ വിഷമിക്കുന്നത്? എന്റെ അടുത്ത് വേറെ കോലുണ്ട്, ഞാനത് എടുത്തോണ്ട് വരാം. അത് വെച്ച് നമുക്ക് കളിക്കാന്നേ. കഴുതേ, അവൻ പറഞ്ഞത് അതിനു വേണ്ടിയല്ല. ഖന്നാ സാറിന്റെ ജീവൻ തന്നെ ആപത്തിലായിരിക്കുകയാണ്. അതാ പറഞ്ഞു. ഖന്നാ സർ, അങ്ങേക്ക് എന്താണ് സംഭവിച്ചത്? മെല്ലെ 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 പറഞ്ഞാ മതി. ചിപ്സ് തിന്നാൽ തൊണ്ടയിൽ കുടുങ്ങും, കോല് തൊണ്ടയിൽ കുടുങ്ങിയാൽ ശബ്ദം തന്നെ പോവും. അടികൈ. എന്താ ഖന്നാ സാറേ, ഇത് കവിത പറയാനുള്ള സമയമാണോ? ഡോക്ടർ എന്താ പറഞ്ഞത്? മരുന്നൊക്കെ തന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് തൊണ്ടയ്ക്കകത്ത് പരിക്ക് പറ്റിയിരിക്കുന്ന സ്വെല്ലിംഗ് ഉണ്ട്. സ്വെല്ലിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശബ്ദം തിരിച്ചു കിട്ടും. ശരി, എല്ലാവരും വന്നേ. ഖന്നാ സാറിനെ വിശ്രമിക്കാൻ അനുവദിക്കൂ. നദിയിലെ വെള്ളത്തിലുണ്ട് ഒഴുക്ക്, ഹണി എന്റെ കൂടെ മരിക്കാൻ അനുവദിക്കേ. അടികൈ. ഞാനെന്തിനാ മരിക്കുന്നത്? എനിക്ക് മരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ശരി, എന്റെ കൂടെ ഇരിക്കണമെന്നാണ് പറഞ്ഞത്. ഖന്നാ സാർ, അങ്ങൊന്ന് പറയും, ഇവൻ മറ്റൊന്നായിരിക്കും മനസ്സിലാക്കുക. എന്തിനാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം, മറക്കണ്ട. തീർച്ചയായിട്ടും ആവശ്യങ്ങൾ വരും. കാരണം ഹണി ഇവിടെ ഉണ്ടല്ലോ. സംശയമുണ്ടോ? വീട്ടിന് പുറത്ത് നിൽക്കുന്ന ഒരു വൃത്തികെട്ട കുരങ്ങൻ, അകത്ത് വന്നാൽ അവൾ ഒരു ചിമ്പാൻസി കുരങ്ങൻ. അടികൈ. ഖന്നാ സാറേ, ഇത് പറയാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഒരു സ്ത്രീ നിങ്ങൾ കൊരങ്ങനെന്ന് പറയാണോ?
അല്ലാതെ പിന്നെ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് കൊരങ്ങന്മാരും ചെയ്യുന്നത്. ചെറിയൊരു വ്യത്യാസമുണ്ട്. അതേപോലെ കൊരങ്ങന്മാര് കൈ കിട്ടുന്നൊക്കെ വലിച്ചെറിയും. ദാ ഇതുപോലെ. സുന്ദരി എന്നാ പറഞ്ഞത് മാഡം, കൊരങ്ങനെന്നല്ല. സുന്ദരി എന്നാ അദ്ദേഹം പറഞ്ഞത്. ഓഹോ, ഹണി. പെട്രോൾ ഒഴിച്ചാൽ കാർ ഓടും, സമയത്തിന് ജോലിക്ക് പോയില്ലെങ്കിൽ ശമ്പളം പോകും. ഓ നിങ്ങൾ എന്നും എന്റെ ബോസ് ആണ്, പക്ഷേ എന്റെ മനസ്സിൽ നിങ്ങൾ എന്നും വേസ്റ്റ് ആണ്. അടികായി. എന്ത്? ഞാൻ വേസ്റ്റ് എന്നോ? വൃത്തികെട്ടവനാ. വൃത്തികെട്ടവനോ? നിന്റെ ബോസിന് വൃത്തികെട്ടവനെന്ന് പറയുന്നു. സ്നേഹത്തോടെ ആരും ഒന്നും തരുന്നില്ല, എല്ലാവരും വലിച്ചെറിയ. എന്തായാലും കഴിച്ചേക്കാം. തെറ്റി പറഞ്ഞു പോയതാണ്. വിഡ്ഢിയെന്നല്ല, മരമണ്ടൻ എന്നാണ് പറഞ്ഞത്. യു ആർ സോ ലക്കി സർ. അങ്ങയുടെ പിസ അങ്ങയുടെ കയ്യിൽ തന്നെ എത്തിച്ചേർന്നു. ഇതിനെല്ലാത്തിനും കാരണക്കാരൻ നീയാണ്. ഖന്നെ, നിന്റെ ശബ്ദം തിരിച്ചു കിട്ടുന്നത് വരെ നീ ഒരിക്കലും ഓഫീസിലേക്ക് വരണ്ട. ഇവനെ കൊണ്ടുപോയിക്കോ. എന്നെ തെറി പറയുന്നു. സാർ ഇദ്ദേഹത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് സാറേ. ഞാൻ പറഞ്ഞു, കാഴ്ചയിലാണ് നീ എന്റെ ബോസ്, എന്റെ അടുത്ത് കളിച്ചാൽ പോകും നിന്റെ ഫ്യൂസ്. അത് ശരി, ഇതാണല്ലേ പറഞ്ഞത്. സോറി, ഞാൻ മനസ്സിലാക്കിയത് തെറ്റിപ്പോയി. ഹൈ. വെള്ളമടിച്ചെടുക്കാൻ നമുക്ക് പമ്പിൽ, ഇപ്പോൾ ചാടാൻ വിളിക്കാൻ നമുക്ക് റിങ്ങിൽ. അടികൈ. ബണ്ണി എന്നെ കൊണ്ട് കഴിയില്ല. കഴിയും, ഞാനുണ്ട്. ചാടിക്കോ. ധോണി അടിക്കും നല്ല ഹെലികോപ്റ്റർ ഷോട്ട്. ജോർദാർ അടിച്ചിരിക്കുകയാണ് നല്ല സമ്മർ ഷോട്ട്. അടികൈ. സ്പീഡിലോടും നല്ല സ്പോർട്സ് കാർ. ഈ റൗണ്ടിന്റെ വിന്നർ ജോർദാർ. അടികൈ. ചൊറിയുന്നു.
എന്റെ പോപ്പോ, ആരെങ്കിലും പോപ്പോയെ രക്ഷിക്ക്. അവന് നീന്താൻ അറിയില്ല. പോപ്പോ, ഹലോ, വേഗം രക്ഷിക്കൂ. ഹെൽപ്പ്. കലക്കി സോർദാർ, നീയാണ് ഹീറോ. പോപ്പോ, ഹോംവർക്ക് ചെയ്യാത്തതുകൊണ്ട് അടി കൊടുത്തു സാറ്. ഈ മത്സരത്തിലെ നായകനാണ് നമ്മുടെ സോർദാർ അടികൈ. താങ്ക് യു സോർദാർ. നീയാണ് എന്റെ പോപ്പോയെ രക്ഷിച്ചത്. മാവിൽ നിന്നും കിട്ടുന്നത് മാങ്ങയാണ്. വൈകിട്ടത്തെ ഡോഗ് ഷോയ്ക്ക് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അടികൈ. ഓഹോ, അടിപൊളി, വളരെ നന്നായിട്ടുണ്ട്. മാഡം, അവൻ റിംഗിൽ എത്ര നന്നായിട്ടാണ് കളിക്കുന്നത്. ഇതെന്റെ പോപ്പോയാണ്. ഇവനെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യും. നിങ്ങളുടെ പോപ്പോ വളരെ നന്നായിട്ടുണ്ട്. എന്നാൽ നിങ്ങളുടെ ഈ സോർദാർ, അവനെ കണ്ടിട്ട് ഒന്നിനും കൊള്ളാത്തവനാണെന്നാ തോന്നുന്നത്. ഒന്നും ചെയ്യാൻ അറിയില്ല, പക്ഷെ കൈ തട്ടാൻ മാത്രം വളരെ നന്നായിട്ട് അറിയാം. എന്തായാലും വൈകിട്ട് ഡോഗ് ഷോ കാണാൻ നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ഇവനെ കണ്ടാ തന്നെ അറിയാം, ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയേ ഇല്ല. ഉണങ്ങിയ കൊപ്ര ആട്ടിയാൽ കിട്ടുന്നത് വെളിച്ചെണ്ണയാണ്. നിങ്ങൾ ജോർദാറിനെ വല്ലാതെ അപമാനിക്കുകയാണ്. നോ, ഞാൻ തീർച്ചയായും സത്യമാണ് പറഞ്ഞത്. ചുട്ട പപ്പടം തട്ടിയാലുടനെ പൊട്ടുന്നതായിരിക്കും. ജോർദാറും തീർച്ചയായും ഡോഗ് ഷോയിൽ പങ്കെടുക്കുന്നതായിരിക്കും അടികൈ. ഞാൻ പറഞ്ഞത് നിന്നോട് കൈയടിക്കാനല്ല. കണ്ടോ, കാര്യം പറഞ്ഞപ്പോ തന്നെ അവൻ പേടിച്ചു വിറയ്ക്കുക. ഇവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ആവശ്യമില്ലാതെ സംസാരിക്കരുത്. എന്റെ സോർദാറിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾ വേണേ നോക്കിക്കോ, ബെസ്റ്റ് ഡോഗ് എന്നുള്ള പുരസ്കാരം എന്റെ സോർദാർ തന്നെ വാങ്ങും. ആ അവാർഡ് എന്റെ പോപ്പോയ്ക്ക് മാത്രമായിട്ടുള്ളതാ. നോക്കേ, ഇവൻ എത്ര കാമാണ്, ഇവൻ എത്ര സ്വീറ്റ് ആണെന്ന്. ഇവന്റെ അടുത്ത് വരാൻ പോലും നിങ്ങളുടെ സോർദാറിന് കഴിയില്ല. മാഡം, എത്ര കുളിപ്പിച്ചാലും അവൻ വെളുക്കില്ല മാഡം. ഇവനെ വെളുപ്പിക്കാൻ വേണ്ടിട്ടല്ല ഞാൻ കുളിപ്പിക്കുന്നത്. ആ ബ്രഷിംഗ് എടുക്ക്. ആ. തറ തേക്കുന്ന ബ്രഷ് ഇതെന്തിനാ ഹണി എനിക്ക് തന്നത്? ടൂത്ത് ബ്രഷ് കൊണ്ട് വൃത്തിയാക്കാനാണെങ്കിൽ സമയം ഒരുപാട് പിടിക്കും. കഴുതേ, ശരീരം വൃത്തിയാക്കാനുള്ള ബ്രഷാണ് ചോദിച്ചത്. ഇവിടെയുണ്ട്, ഞാൻ തരാം. രക്ഷപ്പെട്ടു. സംശയമുണ്ടോ? നന്നായിട്ട് കുളിപ്പിച്ചു മാഡം. ഇനി ഇവനെ കൊണ്ടുപോയി നമുക്ക് അയൽ ഉണക്കാനിടാം. ആവശ്യമില്ലാതെ സംസാരിച്ച് എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്, പറഞ്ഞേക്കാം. മര്യാദക്ക് ഇവിടുന്ന് പോയിക്കോണം. വൈകിട്ട് ഡോഗ് ഷോയിൽ എല്ലാവരും എത്തണം. തയ്യാറാക്കുകയാണ്. മാഡം, എന്തായി കാണിക്കുന്നത്? ദേ നോക്ക്, അനീഷ എന്നെ വല്ലാതെ അപമാനപ്പെടുത്തിയിരിക്കുകയാണ്. അവളുടെ ഡോഗിയെ തോൽപ്പിച്ച് നീ ആയിരിക്കണം ബെസ്റ്റ് ഡോഗിന്റെ അവാർഡ് വാങ്ങേണ്ടത്. പക്ഷേ മാഡം, വേണ്ട, എനിക്ക് ഒന്നും കേൾക്കണ്ട. നീ തന്നെ ജയിക്കണം സോർദാർ. വേഗം നിഷിയെ തോൽപ്പിക്കാതെ അടങ്ങില്ലെന്നാണ് തോന്നുന്നത്. സംശയമുണ്ടോ? ഇത് വല്ലാത്ത കഷ്ടകാലമായി പോയി. എന്നെ കെട്ടിവെച്ചിരിക്കുന്ന കോലം കണ്ടില്ലേ? ഞാനൊരു നോർമൽ ഡോഗിയാണ്. അവിടെ വരുന്നതാണെങ്കിൽ എല്ലാം സ്മാർട്ട് ഡോഗീസ് ആണ്. ഞാൻ എങ്ങനെയാണ് ജയിക്കുക? നീയും സ്മാർട്ട് തന്നെയാ സോർദാർ. സംശയമുണ്ടോ?
അവിടെ നടക്കുന്ന പന്തയങ്ങളിലൊക്കെ ഞാൻ എങ്ങനെയാ പങ്കെടുക്കുക? എനിക്കാണെങ്കിൽ ആ റിംഗ് കാണുമ്പോ തന്നെ തല ചുറ്റും. ഞാൻ അതൊക്കെ എങ്ങനെ ചെയ്യും? ചെയ്തേ മതിയാവൂ, കാരണം ഇത് മാഡത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഞാൻ മത്സരിച്ചാൽ മാഡത്തിന്റെ അഭിമാനം മൊത്തത്തിൽ തന്നെ അങ്ങ് പോകും. ഒന്നും സംഭവിക്കില്ല, ഞങ്ങളുണ്ട് നിന്നെ സഹായിക്കാൻ.